നാം ഇപ്പോൾ കൈവരിച്ചത് അനിതര സാധാരണമായ നേട്ടമാണ്. എവിടെ നിന്നാണ് നമ്മൾ ഇവിടെ എത്തിയത് എന്നതിനെക്കുറിച്ച് ഒരു ഹ്രസ്വ അവലോകനം ഇവിടെ പ്രസക്തമാണ്. 5 ദശാബ്ദങ്ങൾക്ക് മുൻപ് 1970 നവംബർ ഏഷ്യൻ സർവേ എന്ന അക്കാദമിക് ജേർണലിൽ കേരളത്തിൻ്റെ അന്നത്തെ സ്ഥിതിയെപ്പറ്റി റോബർട്ട് എൽ ഹാർഡ്ഗേവ് എന്ന പ്രശസ്ത സാമൂഹ്യശാസ്ത്രജ്ഞൻ പറഞ്ഞത് ഇപ്രകാരമാണ്. ഉദ്ധരണി: കേരളത്തിൻ്റെ പ്രതിശീർഷ വരുമാനം ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വളരെ താഴെയാണ്. ഉയർന്ന ജനനിരക്കും ഭൂമിക്കുമേലുള്ള സമ്മർദ്ദവും ഈ കൊച്ചു സംസ്ഥാനത്തിൽ വളരെ അധികമാണ്. ഉദ്ധരണി അവസാനിച്ചു. എന്നാൽ ഇന്നത്തെ കേരളം അതല്ല. ജനനിരക്കും മരണനിരക്കും കുറക്കുന്നതിൽ നാം ഏറെ നേട്ടങ്ങൾ കൈവരിച്ചിരിക്കുന്നു. കാർഷിക ബന്ധങ്ങളിലെ സമഗ്ര പരിഷ്കരണവും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലെ പൊതു ഇടപെടലും ശക്തമായ പൊതുവിതരണ സമ്പ്രദായവും നമ്മുടെ പുരോഗതിയിൽ വഹിച്ച പങ്ക് വളരെ വലുതാണ്. ഐക്യരാഷ്ട്രസഭയുടെ ഇക്കണോമിക് ആൻഡ് സോഷ്യൽ അഫയേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് മുഖേന നടത്തിയ 1975 കേരളത്തിലെ ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, വികസന നയം എന്ന വിഷയത്തിലെ പഠന റിപ്പോർട്ടിൽ പേജ് 11 പട്ടിക 1 15 ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ 1961-62 ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ജനസംഖ്യയുടെ ശതമാനം എത്രയാണെന്ന് കാണിച്ചിട്ടുണ്ട്. ഈ കണക്കുകളെ വിമർശന വിധേയമാക്കിയിട്ടുണ്ടെങ്കിലും ഒരു കാര്യം ശ്രദ്ധേയമാണ്. കേരളത്തിൽ ഗ്രാമീണ മേഖലയിൽ 90.75%, നഗരമേഖലയിൽ 88.89% ജനങ്ങൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയായിരുന്നു. അതായത് അക്കാലത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയായിരുന്നത് കേരളത്തിലായിരുന്നു. അവിടെ നിന്നാണ് കേരളം ഇന്ന് അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമായി തലയുയർത്തി നിൽക്കുന്നത്. നീതി ആയോഗിലെ വിദഗ്ധരുടെ അനുമാനത്തിൽ ബഹുമുഖ ദാരിദ്ര്യ സൂചിക പ്രകാരം ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കേരളത്തിലെ ജനസംഖ്യ 2022-23 0.48%. ഇതനുസരിച്ച് 1,64,640 പേരാണ് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളത്.